എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കണ്ണൻ്റെ ലീലകളെക്കുറിച്ചാണ്. ആഞ്ഞൻ നമ്പൂതിരി പറഞ്ഞ കഥകളിലൊന്ന്. വയറുവേദന മാറിയപ്പോൾ. മേൽപ്പത്തൂർ ഭട്ടബാദർ, വില്ലുമംഗലം മുതലായവരുടെ കാലത്ത് വയറ്റിൽ വേദനക്കാരനായ ഒരാൾ ഭഗവാനെ ഭജിക്കാനെത്തി. വേദന കൊണ്ട് പുളയും വരെ ചികിത്സ ചെയ്തു. കുറേ കാലമായി, ഇനി ഭഗവാൻ ശരണം. വില്ലുമംഗലം സ്വാമിയാരെ അവിടെ വച്ച് കണ്ടപ്പോൾ തൻ്റെ ദയനീയാവസ്ഥ അറിയിച്ചു. സ്വാമിയാർ ഭഗവാനെ നേരിൽ കാണുന്ന ആളല്ലേ, ദയവായി എൻ്റെ ഈ അവസ്ഥയിൽ ഞാനിനി എന്ത് ചെയ്യണമെന്ന് ചോദിക്കാമോ? സ്വാമിയാർ സമ്മതിച്ചു. പിറ്റേന്ന് ഭഗവാനോട് ചോദിച്ചു, ഇത് പ്രാരബ്ധ കർമ്മഫലമാണ്. 7 ജന്മം ഇത് അനുഭവിക്കേണ്ട ദുരിതമുണ്ട്. തൽക്കാലം ഞാൻ വിചാരിച്ചാൽ നിവൃത്തിയില്ല. ഭഗവാന്റെ തിരുമൊഴി ഭക്തനോടറിയിച്ചു. ഭഗവാൻ കൈവിടില്ല എന്ന വിശ്വാസത്തോടെ ഭജനം തുടർന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ട് കുറൂരമ്മയെ കാണാനിടയായി. ചൂടുവെള്ളം വാങ്ങി കുടിക്കാനാണ് ഇല്ലത്ത് കയറിയത്. യശോദാദേവിയെപ്പോലെ കണ്ണനുണ്ണിയെ ലാളിക്കുന്ന പരമ ഭാഗവതയായ ആ അമ്മ, ഭക്ഷണം കഴിക്കാം, കൈ കഴുകിക്കോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് കാലങ്ങളായി, വയറുവേദന കൂടും, ഇതിന് ഗുരുവായൂർ ഭജനത്തിലാണ് ഞാനെന്ന് പറഞ്ഞു. കുറൂരമ്മ പറഞ്ഞു, ഒട്ടും സമാധാനക്കേട് വേണ്ട, ആരുടെ വേദനയും ഭഗവാൻ സഹിക്കില്ല. അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചാരണത്താൽ നശ്യന്തി സകല രോഗോ സത്യം സത്യം വദാമ്യഹം എന്ന് ഭഗവാൻ തന്നെ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞ് ഭക്തൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഈ നാമത്രയങ്ങൾ മഹിഷാസുരൻ ദേവീ സൈന്യങ്ങളെ മയക്കിയപ്പോൾ ദേവീ നാമത്രയങ്ങൾ ജപിച്ച് അവരെ ഉണർത്തിയതായി ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ നാമത്തിൽ ആറാടി അദ്ദേഹം ഗുരുവായൂരിൽ തന്നെ വസിച്ചു. ഒരു ദിവസം തിരുനടയിൽ ജപിച്ചുകൊണ്ടിരിക്കുന്ന സ്വാമിയാർ ഇദ്ദേഹത്തിൻ്റെ വയറുവേദന മാറിയതായും ഭഗവാനോട് കാരുണ്യത്തിന് നന്ദി പറയുന്നതും കേട്ടു. അപ്പോൾ അദ്ദേഹം വിവരം തിരക്കി. കുറൂരമ്മ മാറ്റിത്തന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വിഷമമായി. അന്ന് ഭഗവാനോട്, ഭഗവാനെ, ഞാൻ കളവ് പറഞ്ഞതായി അയാൾക്ക് തോന്നില്ലേ? ഭഗവാൻ പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞത്, പിന്നെ എന്തേ ഇങ്ങനെ സംഭവിച്ചത് എന്ന് പരിഭവം പറഞ്ഞു. ഭഗവാൻ, വില്ലുമംഗലം, ഞാൻ പറഞ്ഞതും സത്യമാണ്. 7 ജന്മദുരിതമുണ്ടയാൾക്ക്. മഹദനുഗ്രഹത്തോടെ തിരുനാമം ജപിച്ചാൽ മാറില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എത്ര ദുരിതം ശിരസിൽ എഴുതിയിട്ടുണ്ടെങ്കിലും അതെല്ലാം വെണ്ണ പുരണ്ട എൻ്റെ കൈകൊണ്ട് തേച്ചു മാച്ചു കളയും. നാമസങ്കീർത്തനം ചെയ്ത് ഭഗവത് പ്രീതിക്ക് പാത്രമാവൂ. ശ്രദ്ധാഭക്തിയോടെ ജപിക്കണമെന്ന് മാത്രം. ഹരിനാമം മാത്രമേ ഗതിയുള്ളൂ. പ്രചേതസ്സുകൾക്ക് രുദ്രൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞുകൊടുത്തതും ഹരികീർത്തനമാണ്. മരണസമയത്ത് ശിവൻ ഭക്തൻ്റെ വായിൽ ജപിക്കുന്നത് രാമമന്ത്രമാണ്. ആ ഭക്തൻ വില്ലുമംഗലത്തോട് കുറൂരമ്മയുടെ അനുഗ്രഹത്താൽ നാമാമൃതം പാനം ചെയ്ത് എൻ്റെ സർവ്വരോഗവും പറന്നു എന്ന് പറഞ്ഞു. ഈ സ്ഥിതിയിൽ എന്നെ എത്തിച്ച പുണ്യവതിക്ക് നമസ്കാരം എന്ന് പറഞ്ഞു. പാണ്ഡിത്യം കൊണ്ടോ ഐശ്വര്യം കൊണ്ടോ മറ്റ് യോഗ്യത കൊണ്ടോ നാമസങ്കീർത്തനത്തിൽ മുഴുകാൻ കഴിയില്ല. അതിന് മഹാത്മാക്കളുടെ അകമഴിഞ്ഞ കൃപ മാത്രമാണ് ആവശ്യം. അത് ലഭിക്കാൻ ഭഗവത് കൃപ തന്നെ വേണം. ഹരിഭജനാനന്ദത്തിൽ ലയിക്കാനാണ് ആചാര്യസ്വാമികൾ പറഞ്ഞത്. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാചക്രപാണി, നമസ്തേ നമസ്തേ പ്രപന്നാർത്തിഹാരിൻ, സമസ്താപരാധം ക്ഷമസ്വാഖിലേശ. യജ്ഞങ്ങളിൽ വെച്ച് നാമയജ്ഞമാണ് ഞാനെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് വിളംബരം ചെയ്തു. ദൃഢഭക്തിയോടെ വിശ്വാസത്തോടെ സർവാത്മന നിന്തിരുവടിയെ ആശ്രയിക്കുന്ന ഭക്തന്മാരുടെ യോഗക്ഷേമം വഹാമ്യഹം. യാതൊരാളുടെ ഹൃദയത്തിൽ കണ്ണനുണ്ണിയുടെ തൃക്കാലടിയും മുഖത്തിൽ തിരുനാമവും ഉദരത്തിൽ ഭഗവതർപ്പിതമായ നിവേദ്യവും ശിരസിൽ പ്രസാദ തുളസിയും തീർത്ഥവും സ്ഥിതി ചെയ്യുന്നുവോ അയാൾ നാശരഹിതനാണ്. അത്തരം ഭക്തൻ്റെ മുന്നിൽ ഭഗവാൻ കളിയാടുക തന്നെ ചെയ്യും. നാരദരോട് വൈകുണ്ഠത്തിലോ യോഗീശ്വര ഹൃദയങ്ങളിലോ സൂര്യനിലോ ഞാൻ സ്ഥിരമായി വസിക്കില്ല.
എൻ്റെ ഭക്തന്മാർ എവിടെ ഭക്തി പുരസരം നാമസങ്കീർത്തനം ചെയ്യുന്നുവോ അവിടെയാണ് ഞാൻ സ്ഥിതി ചെയ്യുക എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ദേവക്ഷേത്രങ്ങളും ശരീരക്ഷേത്രങ്ങളും പ്രകാശമാനമാവട്ടെ. ഹരേ കൃഷ്ണ 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 നമോസ്തുതേ. നന്ദി.